മന്ത്രിമാരും അതുപോലെ തന്നെ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയാണ് മെഡിക്കൽ കോളേജിൽ. മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായും നിയമപരമായും യാതൊരു അർഹതയുമില്ല. വലിയ കൃത്യവിലോപമാണ്, കുറ്റകരമായ അനാസ്ഥയാണ്. ഈ സംഭവത്തെ ന്യായീകരിക്കാനുള്ള അതിയായ വ്യഗ്രതയിലാണ് ഈ അബദ്ധം അവർ ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രി വന്നിട്ടും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സ്പോട്ടിലേക്ക് വരാനോ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് ഒരു പ്രാഥമിക അന്വേഷണം നടത്താനോ മുഖ്യമന്ത്രി തയ്യാറായില്ല. അതും എന്തുകൊണ്ടാണ്? കാരണം ന്യായീകരിക്കാൻ ഒന്നുമില്ല. കേരളത്തിലെ ഗവൺമെന്റ് ആരോഗ്യരംഗത്തിന്റെ തകർച്ച ഒന്നൊന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിന്റെ തലവന്റെ വെളിപ്പെടുത്തൽ, അതിനെ മുഖ്യമന്ത്രി ലഘൂകരിക്കാനും നിഷേധിക്കാനും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ, ഡോക്ടർ ആരിസ് ഹസനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ശൈലി സ്വീകരിക്കുകയും ചെയ്തുവെങ്കിൽ അതൊന്നുമല്ല യാഥാർത്ഥ്യം അതിനേക്കാൾ രൂക്ഷമാണ് എന്ന് ഓരോ ദിവസത്തെയും സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ചേരാറുണ്ടായിരുന്നില്ല. തകരാറിലായ കെട്ടിടം, അതിന് പകരമായിട്ട് കെട്ടിടം പണിതിരുന്നെങ്കിൽ പോലും ആ കെട്ടിടത്തിലേക്ക് വാർഡുകൾ മാറ്റുന്നതിന് എന്തിന്റെ കാലതാമസമാണ്? ഇന്നലെ ധൃതി പിടിച്ച് വാർഡുകൾ മാറ്റാൻ, രോഗികളെ മാറ്റാൻ ധൃതി പിടിച്ച് ഗവൺമെന്റ് നിർബന്ധിതമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരുന്നു? ആ കെട്ടിടം സുസജ്ജമായിരുന്നു. ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടി അത് നീട്ടിക്കൊണ്ടുപോയി. അതിന്റെ കൂടി ഫലമായിട്ടാണ്, സപ്പോസ് ഈ കെട്ടിടം നേരത്തെ തന്നെ രോഗികളെ അങ്ങോട്ട് മാറ്റിയിരുന്നെങ്കിൽ ബിന്ദു, മകളുടെ ചികിത്സയ്ക്കായിട്ട് വന്ന ബിന്ദു, ഈ കെട്ടിടത്തിനടിയിൽ, ഈ മണ്ണിനടിയിൽ, ഈ കോൺക്രീറ്റിന്റെയും ഈ കല്ലിന്റെയും അടിയിൽ ബിന്ദു എന്ന വീട്ടമ്മ മരണപ്പെടുകയായിരുന്നില്ല. അവരുടെ നഷ്ടം ഒരിക്കലും സർക്കാരിന് എന്ത് ചെയ്താലും നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. ഇറപ്പേറ് ഇഞ്ചുറി നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. ആ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം കൊടുക്കണം. അതുപോലെ തന്നെ ബിന്ദുവിന്റെ മകൾ നഴ്സിംഗ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ കുട്ടിക്ക് നല്ല ജോലി കൊടുത്തുകൊണ്ടും ആ കുടുംബത്തെ 5 സെന്റിൽ ഒരു ചെറിയ വീടിൽ, തേക്കാത്ത വീടിൽ, പണി പൂർത്തിയാക്കാത്ത വീടിലാണ് ബിന്ദു കഴിഞ്ഞത്. ബിന്ദുവിന്റെ ചെറിയ കൂലിപ്പണിയായിരുന്നു ആ വീടിന്റെ വരുമാനമെന്ന് മനസ്സിലാക്കുന്നു. ആ വീടിനെ സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അത് ഞങ്ങൾ KPCCയും പ്രതിപക്ഷവും ശക്തമായിട്ട് തന്നെ ആവശ്യപ്പെടുകയാണ്. ഇതിലെ പ്രതിഷേധം വളരെ ശാന്തമായും ന്യായമായും നിയമപരമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും. അതിന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ച ജാണ്ടിയമ്മനെതിരെ കേസെടുക്കുന്ന സർക്കാരിന്റെ നടപടി തെറ്റാണ്. തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം. വാദിയെ പ്രതിയാക്കുന്ന നടപടിയെ ഞങ്ങൾ നഖശികാന്തം എതിർക്കുക തന്നെ ചെയ്യും. ഇതൊരു അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടറാണ് അത് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് മതിയോ, അതോ അതിന് മുകളിലേക്ക് ജില്ലാ കളക്ടർ, അതിന് മുകളിലേക്കുള്ള കളക്ടർ ഉൾപ്പെടെ ഇതിൽ പ്രതികൂട്ടിൽ നിൽക്കുന്ന ആളുകളാണ്. അവരെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണം. ഉയർന്ന തലത്തിലുള്ള അന്വേഷണം, ജുഡീഷ്യൽ എൻക്വയറി. വൈ ദ ഗവൺമെന്റ് ഈസ് അഫ്രൈഡ് ഓഫ് ആൻ എൻക്വയറി ബൈ ദ ജുഡീഷ്യൽ ഓഫീസർ? ജുഡീഷ്യൽ എൻക്വയറി തന്നെയാണ് ഈ കാര്യങ്ങളുടെ എല്ലാ ഭാഗങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലുള്ള ജുഡീഷ്യൽ എൻക്വയറി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇതിന് തുടർച്ചയായി ഇങ്ങനെ ആരോഗ്യ മേഖലയിലുള്ള പരാതികൾ വരുന്നു. പല സ്ഥലത്തും സമാനമായ രീതിയിൽ അപകടാവസ്ഥയൊക്കെ തന്നെയുണ്ട്. ഇതിനൊരു രാഷ്ട്രീയ പ്രതിരോധം എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ? ഞങ്ങളെ വളരെ ന്യായയുക്തമായിട്ടാണ് ഇന്ന് തന്നെ മെഡിക്കൽ കോളേജിന്റെ മുമ്പിലേക്ക് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഏകോപിപ്പിച്ച മാർച്ചുണ്ട്. അത് സമാധാനപരമായി നടത്താൻ DCC പ്രസിഡന്റ് പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുന്നു. കാരണം ഇത് മെഡിക്കൽ കോളേജിന്റെ മുമ്പിലാണ്. ഈ തിരുവനന്തപുരം സംഭവം ഉണ്ടായപ്പോൾ തന്നെ KPCC കഴിഞ്ഞ 2-ാം തീയതി കേരളത്തിലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും എൻ്റെ മുൻപിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണയും സമരവും നടത്തിയിട്ടുണ്ടായി. ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇവിടെയും നടന്നു. ഇനിയിപ്പോൾ KPCC കോട്ടയം സംഭവത്തിന് മുൻപായിട്ടാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി, അതുപോലെ തന്നെ KPCC ഭാരവാഹികളുടെ യോഗം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചർച്ച ചെയ്ത് 8-ാം തീയതി എല്ലാ താലൂക്ക് ആശുപത്രികളിലും, ഇത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെയും യഥാർത്ഥ ചിത്രമാണ് ഇന്ന് നമ്മൾ വളരെ വേദനയോടെ കേട്ടറിഞ്ഞ് മനസ്സിലാക്കുന്നതെങ്കിൽ ഒട്ടുമിക്ക ഗവൺമെന്റ് ആശുപത്രികളിലും മതിയായ ഡോക്ടർമാരില്ല, മരുന്ന് വാങ്ങിയതിന് പൈസ കൊടുത്തിട്ടില്ല, ഉപകരണങ്ങളില്ല. അതാണ് തിരുവനന്തപുരത്ത് വ്യക്തമാക്കപ്പെട്ടത്. അപ്പോൾ പല സ്ഥലത്തെയും സംഭവം തന്നെയാണ്. ഇനി വാങ്ങുന്ന ഉപകരണങ്ങളാണെങ്കിൽ അത് ഉപയോഗയോഗ്യമല്ല, ഏറ്റവും അത്യാവശ്യമുള്ളതല്ല. രോഗികൾ തന്നെ പിരിവെടുത്ത ഉപകരണങ്ങൾ വാങ്ങേണ്ട സാഹചര്യം വരുന്നു. ഇത് വേദനയോടെ വ്യക്തമാക്കിയ ഡോക്ടർ ആരിസ് ഹസനെയാണ് ഇന്ന് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാനും മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ന്യായമായ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു. അതിൻ്റെ സമര പരമ്പരകൾ തന്നെയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇനിയും അത് ശക്തമായിട്ട് തന്നെ ആവശ്യാനുസരണം അതിനെ മുന്നോട്ട് കൊണ്ടുപോകും.
KPCC അധ്യക്ഷൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. ശക്തമായ സമരമാർഗങ്ങളുമായി മുന്നോട്ടു പോകും. ഹാരിസ് ചുരക്കലടക്കം ചൂണ്ടിക്കാട്ടിയ കാര്യം ഇതാണ്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ദുരവസ്ഥയെക്കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. ജുഡീഷ്യൽ അന്വേഷണമടക്കം ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം.